ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ജോബ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. റെയിൽവേയിൽ ഇതുവരെ നിരവധി വേക്കൻസികൾ അടുത്തടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലോക്കോ പൈലറ്റ് വന്നു, അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ വന്നു, അതിനുശേഷം പാരാമെഡിക്കൽ വന്നു, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിൽ ഗ്രാജുവേറ്റ്സിനും അണ്ടർ ഗ്രാജുവേറ്റ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 14-ാം തീയതി ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാനുള്ള വിൻഡോ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അവസാന തീയതി ഒക്ടോബർ 13-ാം തീയതിയാണ്. ഏകദേശം ഒരു മാസം സമയം അപേക്ഷിക്കാനുണ്ട്. അതിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികൾ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1736 വേക്കൻസികളാണ് എല്ലാ RRBസിലും കൂടിയിട്ടുള്ളത്. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ 994 വേക്കൻസി, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144 വേക്കൻസി, ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1507 വേക്കൻസി, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 8113 വേക്കൻസിയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതുള്ളത്. അതിൻ്റെ വയസ്സ് വരുന്നത് 18-നും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഏജ് റിലാക്സേഷൻ 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക്, ഡിഗ്രി ഇല്ലാത്തവർക്ക് 21-ാം തീയതിയാണ് അപേക്ഷിച്ച് തുടങ്ങാൻ പറ്റുക. 20/10/2024 ഒക്ടോബർ 20 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതിൻ്റെ ഏജ് വരുന്നത് 18 തൊട്ട് 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഏജ് റിലാക്സേഷൻ സെയിം 3 വർഷം തന്നെയാണ്. അതിൻ്റെ വേക്കൻസീസ് വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് 2022 വേക്കൻസി എല്ലാ RRBസിലും കൂടിയിട്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 361 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 990 വേക്കൻസി, ട്രെയിൻസ് ക്ലർക്ക് 72 വേക്കൻസി. അങ്ങനെ 3445 വേക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റ്സിനുള്ളത്. അതുപോലെ ഫീസ് വരുന്നത് 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അതിൽ ഫീമെയിൽ, SC/ST അതുപോലുള്ള കാറ്റഗറീസിൽ വരുന്നവർക്കൊക്കെ 250 രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് നോട്ടിഫിക്കേഷനാണ്. ഇത് കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അതും കൂടി നോക്കാം. ഡിഗ്രി ഉള്ളവർക്ക്, ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് ഇന്ന് മുതൽ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു മാസം സമയമുണ്ട്. എന്നാലും അവസാന നിമിഷത്തേക്ക് വെക്കാതെ മുമ്പേ അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിസർവേഷൻ കാറ്റഗറീസിൽ വരുന്നവരാണെങ്കിൽ, OBCയോ SC/ST EWS അതിലൊക്കെ വരുന്നവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പർപ്പസിനുള്ളതായിരിക്കരുത്. സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ, അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ വെക്കുക അപേക്ഷയിൽ. പിന്നെ അപേക്ഷിക്കുമ്പം വേണ്ട കാര്യങ്ങൾ, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫോട്ടോ, ആധാർ കാർഡ്, മറ്റുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, നോൺ ക്രിമിനൽ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ ബാങ്ക് പാസ്ബുക്ക്. നിങ്ങളുടെ ഈ എക്സാം ഫീ റീഫണ്ട് വരുന്നതിനാണ് ബാങ്ക് പാസ്ബുക്ക് വെക്കേണ്ടത്. അപ്പോൾ ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പം ഏതെങ്കിലും ഒരു RRBയിലേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ RRBസിൽ എത്രയൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ള ലിസ്റ്റ് ഈ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട RRBയിൽ തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക.